ഹലോ മക്കളെ, അഖില മിസ്സാണ്. അപ്പോൾ നമ്മുടെ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂളൊക്കെ റീഓപ്പൺ ചെയ്തിരിക്കുകയാണ് അല്ലേ. അപ്പോൾ മക്കൾക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് ആൻസർ ഷീറ്റ്സ് ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമായിരിക്കും. അപ്പോൾ കിട്ടിയിട്ടുള്ള ആൻസർ ഷീറ്റൊക്കെ വെച്ച് നിങ്ങൾ നോക്കുന്ന സമയത്ത് മിക്കവാറും മക്കളുടെ ഒരു സങ്കടം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു മാർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ മിക്കവാറും സങ്കടപ്പെട്ടിട്ടുണ്ടാവും. ഒരുപാട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, മാക്സിമം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് എന്തുകൊണ്ടാണ് ഞാൻ വിചാരിച്ചൊരു ഗ്രേഡിലേക്ക് എനിക്ക് എത്താൻ പറ്റാതിരുന്നത് എന്നുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ വലിയ രീതിയിൽ തന്നെ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, ഈ ആൻസറൊക്കെ എനിക്ക് അറിയായിരുന്നു, പക്ഷേ എനിക്ക് കറക്റ്റ് ടൈമിൽ ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലായില്ല, എനിക്ക് അതിനനുസരിച്ച് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് കഴിഞ്ഞത് കഴിഞ്ഞു അല്ലേ, ഇനി നമുക്ക് വരാനിരിക്കുന്നതാണ് നമ്മുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട കടമ്പകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, ആനുവൽ എക്സാം ആയിക്കോട്ടെ, അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളെല്ലാവരും ഇത്രയും കാലമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ USS എക്സാമിനേഷൻ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ ഈസി ആയിട്ട് അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ അടിപൊളിയായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, സ്കൂളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇനിയുള്ളത് എന്ന് പറയുന്നത് യൂത്ത് ഫെസ്റ്റിവലിൻ്റെ കാലമാണ്, സ്പോർട്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് മേളകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ നമുക്ക് ഇതിലൊക്കെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. കാരണം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമിനേഷൻസിനൊക്കെ അടിപൊളിയായിട്ട് തയ്യാറാവാനും അതോടൊപ്പം തന്നെ നല്ല മാർക്കോട് കൂടിയിട്ട് അതൊക്കെ സ്കോർ ചെയ്തെടുക്കാനും USS നേടാനും ഒക്കെ നമുക്ക് പറ്റണം. അപ്പോൾ ഇവിടെയൊക്കെ കൃത്യമായിട്ടുള്ള പ്രാക്ടീസാണ്, പ്ലാനോട് കൂടിയിട്ടുള്ള പ്രാക്ടീസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അവിടെ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സൈലത്തിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആയിട്ടുള്ള നമ്മുടെ സ്വന്തം അവഞ്ചേഴ്സ് ബാച്ച് ഉള്ളത് അല്ലേ. അപ്പോൾ മക്കൾക്കറിയാം, നമ്മുടെ ഓണം റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സൈലം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഓഫർ വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മുടെ ബാച്ചിൽ ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് ആയിരുന്നു നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറേ ആളുകളൊക്കെ ഓണം വെക്കേഷൻ കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഓഫർ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് 10% ഡിസ്കൗണ്ടോട് കൂടിയിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ച് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ബാച്ചിനെ പറ്റിയുള്ള ഫീച്ചേഴ്സൊക്കെ മക്കൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ് അല്ലേ. നമ്മുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകളും അതുപോലെ തന്നെ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ, അതും മാറി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ അനുസരിച്ചായിരിക്കും ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കുക. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം, നമ്മുടെ USS സ്പെഷ്യൽ ആയിട്ടുള്ള ബാച്ചാണ് നമ്മുടെ ധ്രുവ ബാച്ച് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ധ്രുവ ബാച്ചും നിങ്ങൾക്ക് എന്താണ് സൗജന്യമായിട്ട് തന്നെ ആക്സസ് കിട്ടുന്നതാണ്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ 7th സ്റ്റാൻഡേർഡ് പഠിച്ചെടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ USSഉം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു അവസരം കുറഞ്ഞ ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. സോ മാക്സിമം മക്കൾ യൂട്ടിലൈസ് ചെയ്യുക. എല്ലാവരും നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സൈലം ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഓണം 10 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചിൽ കാണാം. ബൈ.